പിന്നെ ബാക്കി വരുന്ന മുഴുവനും വായനയാണ്. ആ സമയത്ത് തന്നെ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ പല കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ വായിക്കുന്നതിൻ്റെ ഒരു ഗുണം നമുക്ക് പഴയതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണം, ഞാൻ ബാല ബാലസംഘത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അതിനൊരു പാർട്ടി ക്ലാസ്സിന് കൊണ്ടുപോയി. ആ പാർട്ടി ക്ലാസ്സിൽ വെച്ച് കെ ദാമോദരൻ, നമ്മുടെ സൈദ്ധാന്തികനായ കെ ദാമോദരനെ പരിചയപ്പെടുന്ന അവിടെ വെച്ചിട്ടാണ്. അദ്ദേഹം വളരെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വല്ലാത്ത പാണ്ഡിത്യമുള്ള ആളാണ്. മാർക്സിസത്തെക്കുറിച്ച് മാത്രമല്ല, ഏത് കാര്യം, സാഹിത്യ കാര്യങ്ങളും എല്ലാം, പുരാണങ്ങൾ, ഇതിഹാസങ്ങളെല്ലാം അറിയാം. ഞാനിങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു, സഖാവേ, നമ്മളെ ഈ പറയുന്ന കാര്യങ്ങൾ പലതും നിങ്ങൾ പറയുന്നുണ്ടല്ലോ, പറയുന്നാലും നമ്മൾ കേട്ട്, പക്ഷെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഇത് മാത്രം മതിയോ? നമുക്ക് ഈ മാർക്സിയൻ ഗ്രന്ഥങ്ങൾ മാത്രം മതിയോ? അന്ന് നമ്മളെ പാർട്ടീൻ്റെ ഒരു വലിയ പ്രചരണം ഉണ്ടായിരുന്നു, പ്രസിദ്ധീകരണങ്ങളൊന്നും വായിക്കരുതെന്ന്. ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല, അന്നൊരു വലിയ പ്രശ്നമായിരുന്നു അത്. മനോരമ, മംഗളം, മാമാങ്കം, ഇങ്ങനെ ഒരുപാട് മാസികകളുണ്ടായിരുന്നു. അതിന് മുഴുവൻ പൈങ്കിളി കഥകളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് വായിക്കുന്നത് തെറ്റാണോ സഖാവേ? പറഞ്ഞില്ലല്ല, അതൊക്കെ തെറ്റായ ധാരണയാണ്. മനുഷ്യൻ എന്ത് വായിക്കണം തീരുമാനിക്കുന്ന അവനാണ്. വായിച്ചതിന് ശേഷം അതിൽ ഏത് എടുക്കണം എന്നുള്ള വിവേചന അധികാരവും അവനാ ഉള്ളത്. നിങ്ങളെല്ലാം വായിക്കണം, വേണ്ടത് എടുത്താൽ മതി. മനോരമ വായിക്കാം, എല്ലാം വായിക്കാം. കാരണം വായന എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ആ വായനകൾക്ക് ഒരു അറിവുണ്ടാവും പോകണം. അത് സ്വാഭാവികമാണല്ലോ. അതിൻ്റെ ഒരു ഗുണം അന്നത്തെ ക്ലാസ്സിൽ വെച്ച് ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരായ വലിയ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ ഈ മന്ത്രവാദങ്ങൾ അത് ഇത് ഒക്കെ. അപ്പോൾ ഈ ക്ലാസ്സിൽ വെച്ച് പിന്നെ ഇദ്ദേഹം പറഞ്ഞത്, മനുഷ്യൻ്റെ മനസ്സിനെ ഇതുപോലെ വഴിതെറ്റിക്കാനുള്ള ഏർപ്പാടുകളുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ക്ലാസ് എടുത്തിരുന്നു. ദാമോദരൻ. ഒരു ദിവസം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മൂമ്മക്ക് അന്ന് ഒരു 10-80 വയസ്സ് പ്രായമുണ്ട്. പക്ഷേ അമ്മൂമ്മക്ക് ഇടയ്ക്കിടെ ഒരു ജിന്ന് ബാധിക്കും. ജിന്ന് വന്നാൽ അമ്മൂമ്മ വിറച്ച് വീഴും. അതിനൊരു വഴിയേ ഉള്ളൂ, നേരെ പല മന്ത്രവാദവും കഴിച്ച് ഒരു ഗതിയുമില്ല. അവസാനം അതിന് നമ്മൾ കണ്ടുപിടിച്ച് അവിടെ മക്കാനി എന്ന് പറയുന്നൊരു സ്ഥലം, ഒരു പള്ളി, അവിടെ ഒരു തങ്ങളുണ്ട്. തങ്ങളെ നൂല് മന്ത്രിച്ച് കിട്ടിയാൽ ജിന്ന് പോവും. അപ്പം ഞാനാണ് പോവുക. അന്നത്തെ എൻ്റെ പോക്കെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഇന്ന് പിള്ളേർ സൈക്കിളിൽ പോകുന്നില്ലേ, അത് സൈക്കിൾ വിട്ട് സ്കൂട്ടറായി, ഇപ്പം ബൈക്കായി ഒക്കെ ആയല്ലോ. അപ്പോൾ അന്ന് എൻ്റെ പോക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ പഴയ സൈക്കിൾ ടയറിൻ്റെ ഭാഗമുണ്ടല്ലോ, ആ ഭാഗം ഒരു ഇതുകൊണ്ട് മട്ടലെന്ന് പറയും നമ്മൾ, ഈ തെങ്ങോലേൻ്റെ ഇതുകൊണ്ട് ഇതാക്കി സ്റ്റിക്ക് വെച്ചിട്ട് അടിച്ചു പോക്കാം. ഞാൻ മക്കാനിൻ്റെ അവിടെ പോയി 2 അണ കൊടുക്കണം തങ്ങൾക്ക്. നൂല് അദ്ദേഹം കറുത്ത നൂലെടുത്ത് ഷൂ എന്നാക്കി ഇങ്ങനെ മന്ത്രിച്ച് എൻ്റെ കയ്യിൽ തരും. മിണ്ടാതെ വന്നിട്ട് വീട്ടിൽ കെട്ടിക്കൊടുത്താൽ അപ്പോൾ അമ്മമ്മക്ക് പോകും. ഇത് സ്ഥിരമാണ്. ഇടയ്ക്കിടെ ഒരു 3 മാസത്തിനിടയ്ക്ക് അമ്മമ്മക്ക് ഇത് വരും. അപ്പോൾ ഒരു ദിവസം ഇത് വന്നപ്പം എന്നോട് അമ്മ വിളിച്ച് പറയും, മോനെ വേഗം ചൊല്ല്, 2 അണയും തന്ന്. ഞാൻ നേരെ വിട്ടവിടേക്ക് ചെല്ലുമ്പോൾ തങ്ങളില്ല. തങ്ങളിവിടെയാണ് പോയത്? തങ്ങൾ ബന്ധു മരിച്ചിട്ട് മലപ്പുറത്ത് പോയിരിക്കുന്നു. ഇനി എപ്പോൾ വരും? 4 ദിവസം കഴിയും. അപ്പം ഞാൻ ആലോചിച്ചു, 4 ദിവസം വരെ അമ്മൂമ്മേൻ്റെ കാര്യം എന്താ? അമ്മൂമ്മ ഇങ്ങനെയായിരിക്കുമല്ലോ 4 ദിവസം വരെ. നമുക്ക് ഉറങ്ങാൻ കഴിയുമോ? അമ്മൂമ്മ ഉറങ്ങില്ല, നമ്മളുറങ്ങില്ല, വീടുറങ്ങില്ല. എൻ്റെ മനസ്സ് വല്ലാതെ വ്യാകുലപ്പെട്ട്. അപ്പോഴാണ് എനിക്ക് ഈ അന്ധവിശ്വാസത്തെക്കുറിച്ച്, ഇതുപോലെ കൂടോത്രത്തെക്കുറിച്ചൊക്കെ ക്ലാസ് എടുത്ത ദാമോദരൻ്റെ ക്ലാസ് എൻ്റെ മനസ്സിൽ വന്നു. അപ്പം ഞാൻ നേരെ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ആലോചിച്ചിട്ട് നേരെ പോയി അരയണയ്ക്ക് ഒരു കറുത്ത ചരട് വാങ്ങി. അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ആരും കാണാതെടുത്ത് നിന്ന് ഞാനിങ്ങനെ വെറുതെ അദ്ദേഹം ആക്കും പോലെ ഷൂ നോക്കി ആക്കി. അദ്ദേഹം ഈ തങ്ങളാക്കും പോലെ ഞാനിവിടെ തന്നെ കയ്യിലിങ്ങനെ വെച്ചിട്ട് ഒരൊറ്റ വിടൽ വീട്ടിലേക്ക് നേരെ കൊണ്ട് അമ്മൂമ്മക്ക് കെട്ടിക്കൊടുത്ത്. അമ്മൂമ്മ എഴുന്നേറ്റിരുന്നു. എൻ്റെ ആദ്യത്തെ പരീക്ഷണം വിജയിച്ചത്. അമ്മൂമ്മ എഴുന്നേറ്റിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഇടയ്ക്കിടെ ആലോചിക്കും, അമ്മൂമ്മക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് വന്നാൽ 1.5 അണയൊക്കെ ലാഭമാണ്. 1.5 അണ ലാഭമാണ്. അല്ല, ഇതുപോലെ നമ്മളെ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും നമുക്ക് അറിവ് വളരെ പ്രധാനം. അറിയുന്ന പണ്ഡിതന്മാരെന്ന അറിവ് നമുക്ക് സ്വായത്തമാക്കാം. അത് പുസ്തകങ്ങളിൽ നിന്നാവാം,
അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കാലത്തെ നമ്മളെ അനുഭവത്തിൽ നിന്നാവാം. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഇതൊക്കെ ചേർന്നാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും മാത്രമല്ല, നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇന്ന് കാണുന്നൊരു പ്രവണത എന്താ? ഇന്ന് കാണുന്ന പ്രവണത സ്ഥാനമാനങ്ങൾ. അതൊരു വലിയ കാര്യമാണ്. സ്ഥാനം. എനിക്കൊരിക്കലും സ്ഥാനമാനത്തിൻ്റെ കാര്യത്തിൽ എനിക്കൊരിക്കലും ബേജാറ് തോന്നിയിട്ടില്ല. എന്നെ ഏൽപ്പിച്ച കടമ നിർവഹിക്കുക എന്നുള്ളതല്ല എന്തിനാ സ്ഥാനം നോക്കേണ്ട കാര്യം? ഒരു കാര്യം നോക്കേണ്ട കാര്യമില്ല. ജനങ്ങൾ ആദ്യം അറിയണം ഇവൻ ഏതാണ്, ഇവൻ എന്ത് ചെയ്യുന്നു, ഏത് പാർട്ടിയാണെന്ന്. എന്നെ ആർക്കും പിന്നെ അറിയിക്കേണ്ട കാര്യമില്ല. എൻ്റെ സ്ഥാനം ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഒരു പാർട്ടി, ഒരു സാധാരണക്കാരൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും ആ പ്രശ്നത്തിടുമ്പോൾ നീ പാർട്ടി ഏത് സ്ഥാനക്കാരെന്ന് ആരെങ്കിലും ചോദിക്കുമോ? ഒരിക്കലും ചോദിക്കേണ്ട കാര്യമില്ല, ചോദിക്കില്ല. നമ്മളെ കർമ്മം ചെയ്യുക. കർമ്മമാണിത് രാഷ്ട്രീയ പ്രവർത്തനം. നമ്മൾ ഈ ഭാരതം പോലുള്ളൊരു രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ കർമ്മം എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഇത് മുഴുവൻ ഭക്തിയാണ്. ഭക്തി ഉണ്ടാവണം. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യം എന്താ? പൈതൃകം എന്താ? ആ പൈതൃകവുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകണം എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. രാമായണമാണ് നമ്മുടെ ആദികാവ്യം. ലോകത്തോളം വളർന്ന രാമായണമാണ്. ആ രാമായണത്തിന് 140 കോടി ജനങ്ങളുടെയും സ്വകാര്യ സ്വത്താ രാമായണം. ഇന്ന് ലോകത്തിൽ വിവിധ രാജ്യങ്ങളിലായി 322 രാമായണങ്ങളുണ്ട്. ആ രാമായണത്തിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാനില്ലേ? രാമായണത്തിൻ്റെ അന്തസത്ത നമ്മൾ പലതും കേൾക്കണ്ടേ, നമുക്കറിയണ്ടേ? ഇതൊക്കെ നമ്മൾ പൈതൃക സ്വത്താണ്. നമ്മുടെ നാട് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിൽ മഹാഭൂരിപക്ഷം ആളുകളും വിശ്വാസികളാണ്. ഏതെങ്കിലും ഒരു മതവിശ്വാസികളാണ്. ആ വിശ്വാസത്തിന് നമ്മൾ എതിർക്കേണ്ട കാര്യം? ഒരു വിശ്വാസത്തെ നമ്മൾ എതിർക്കണ്ട. എല്ലാ മതങ്ങളെയും നമ്മൾ ഒരുപോലെ സ്നേഹിക്കണം, കാണണം. എന്നാൽ മതങ്ങൾ കാണിക്കുന്ന നാട്ടിൽ വേണ്ടാത്ത അനാവശ്യങ്ങൾ മാത്രം നമ്മൾ എതിർത്താൽ മതി. മതത്തെ നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല. എന്തിനാ? ആളുകൾ വിശ്വസിച്ചോട്ടെ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനമില്ലേ? ആ ദേശീയ പ്രസ്ഥാനം ജനകീയമായി സംയോജിപ്പിച്ച ആരാ? മഹാത്മാഗാന്ധിയാണ്. ഗാന്ധി ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യൻ ജനങ്ങളുടെ ജീവിതം കണ്ട് അവരെ മനസ്സറിഞ്ഞ് ഗാന്ധി ഇന്ത്യയെക്കുറിച്ച് ശരിക്കും പഠിച്ചപ്പോൾ ഗാന്ധിക്ക് മനസ്സിലായി ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ഗ്രാമീണരിലെ പാവപ്പെട്ടവർ, അവർക്ക് എഴുത്തുമാനെ അറിയില്ല, നാടിനെക്കുറിച്ച് അറിയില്ല, ഒന്നും അവർക്കറിയില്ല. ആകെ അവർക്ക് അറിയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തെക്കുറിച്ചറിയാം. അവർ രാമനാമം ചോദിക്കും. രാമ 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 പാഹിമ. ഈ രാമനാമം ഗാന്ധി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഗാന്ധി പറഞ്ഞത് എൻ്റെ രാമനായതെന്ന. രാമരാജ്യം അങ്ങനെ പറഞ്ഞ ഗാന്ധി അത് തന്നെ പറഞ്ഞു. രാമരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? പ്രജാതൽപരനായ ഭരണാധികാരി, അതാ രാമൻ എന്നാ. പ്രജകളുടെ താല്പര്യത്തിന് വേണ്ടി തനിക്ക് പൂർണ്ണ ബോധ്യമുള്ളതിലെ സീത പതിവ്രതയാണെന്ന്. സീത 7 മാസക്കാലം അശോകവനത്തിൽ കൊണ്ടുപോയി പാർപ്പിച്ചിട്ട് രാവണൻ തൊട്ടില്ല എന്നുള്ള രാമായണം വായിക്കുന്ന എല്ലാവർക്കും അറിയാലോ. ആ സീത വരുമ്പോൾ സീത എന്താ പറഞ്ഞത്? അതിനിടയ്ക്ക് സീതേൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഹനുമാനാ പോകുന്ന ആദ്യം. ഹനുമാൻ ചെന്ന് സീതേനെ അടുത്ത് എന്നിട്ട് പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ രാമൻ്റെ ദൂതുവായിട്ട് വന്നാ. സീത ചോദിച്ച്, രാമനെ എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ, നിങ്ങളാരാ? ഞാൻ ഹനുമാൻ, ഞാൻ രാമൻ്റെ. നോ ഞാനിതുവരെ നിങ്ങളെ കണ്ടിട്ടില്ല, നിങ്ങൾ ID കാർഡ് കാണിക്കും. നമ്മൾ സാധാരണ വണ്ടി കയറി ടിക്കറ്റിന് ചോദിക്കുമ്പോൾ പറയുന്നില്ല ID കാർഡ് കാണിക്കും. അതുപോലെ ID കാർഡ് കാണിച്ചോ, മുദ്രമോതിരോ? അപ്പോൾ സീത പറഞ്ഞു ശരി. സീതയോട് ആദ്യം പറഞ്ഞതെന്താ അറിയോ? ഭവതി, ഞാൻ എൻ്റെ തോളിൽ കയറ്റാം, നമുക്കിപ്പം അയോധ്യയിലേക്ക് പോവാം, അവിടെ കാത്തിരിക്കുന്നുണ്ട്. 7 മാസക്കാലം ഭർത്താവിൻ്റെ മുന്നിൽ നിന്നും അകന്ന് കഴിയേണ്ടി വന്ന കട്ടുകൊണ്ടുപോയൊരു പെണ്ണ് എന്താ അപ്പോൾ പറയുക? ഞാനിപ്പോൾ വരാമെന്നാ അല്ലേ? തോളിൽ കയറി പോണ്ടേ? എന്താ സീത പറഞ്ഞത്? അവർ ഇങ്ങോട്ട് കട്ടുകൊണ്ടുവന്ന് നമ്മൾ അങ്ങോട്ട് കട്ടുകൊണ്ടുവന്ന് എന്ത് ധർമ്മമാണത്? ഏത് ധർമ്മമാണ്? രണ്ടാമത്തെ ചോദ്യമുണ്ട്. നിങ്ങൾ എന്നെ ഇവിടെ തട്ടിക്കൊണ്ടുപോകാൻ പോകുന്നു. നിങ്ങൾ കൊണ്ടുപോകാൻ തോളിൽ കയറ്റി പോകുമ്പോൾ രാവണൻ്റെ സൈന്യം വന്ന് ആക്രമിച്ചാൽ നിങ്ങൾ ആരെ രക്ഷിക്കും? നിങ്ങൾ സ്വയം രക്ഷ നേടുമോ, എന്നെ രക്ഷിക്കുമോ? മൂന്നാമത്തത്, നിങ്ങൾ ഒരു പുരുഷൻ, ഞാനൊരാളുടെ ഭാര്യ, നിങ്ങളുടെ തോളിൽ കയറി ഞാൻ അയോധ്യ ചെന്നിറങ്ങിയാൽ ജനങ്ങൾ എന്ത് ധരിക്കും? ഇന്ത്യൻ സ്ത്രീകൾക്ക് ഏറ്റവും അഭിമാനകരമായ ചോദ്യം വളരെ പ്രധാനമാണ്.
സീതയ്ക്ക് എന്താ തോന്നേണ്ട കണക്കിന്? ഇത്രയും നാൾ എൻ്റെ കൂടെ എൻ്റെ കൂടെ നിൽക്കേണ്ട എൻ്റെ ഭർത്താവ് അകലത്തിൽ നിൽക്കുന്ന 7 മാസം എങ്ങനെയെങ്കിലും ഭർത്താവിനെ കാണുമെന്നുള്ള മോഹമല്ലേ സ്ത്രീകൾക്ക് മനസ്സുണ്ടാവുക? കാത്തിരുന്നതല്ലേ. അതാണ് സീത എന്ന് പറയുന്ന യുവതി. ഇന്ത്യൻ സ്ത്രീത്വത്തിൻ്റെ ഏറ്റവും വലിയ പര്യായ സീത. ആ സീതയെ നമുക്ക് കൈപിടിഞ്ഞുകൊണ്ട് നിൽക്കാൻ കഴിയുമോ? രാമായണം എങ്ങനെയാണ് മോശം എന്ന് പറയാൻ കഴിയുക? രാമന് മോശം എന്ന് പറയാൻ പറ്റുമോ?